ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉണ്ടായിരിക്കും. ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കുമ്പോൾ വീടിന്റെ ഓരോ ദിക്കും നമുക്ക് കൃത്യമായിട്ട് അവിടെ വരുന്ന എനർജി എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ സ്ഥലങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള ചില എനർജികളുണ്ട്. ആ എനർജികൾ അതാത് സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നവരെ ബാധിക്കും. ഇതൊരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കാണ്. ഈ ഗൃഹനാഥൻ കിടക്കുന്ന റൂം 5-2 കോമ്പിനേഷൻ ബെഡ്റൂമിലാണ് കിടക്കുന്നത്. 5 എന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ സ്വഭാവം എന്ന് പറയുന്ന ടോട്ടൽ ലോസ് ആണ്. അപ്പൊ അദ്ദേഹം ഈ റൂമിൽ കിടക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നഷ്ടങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ്? ഈ റൂമിൽ കിടക്കുന്നതാണ്. ഈ റൂം മാറിക്കഴിഞ്ഞാൽ ഇദ്ദേഹം രക്ഷപ്പെടും. ഈ റൂമിൽ മാറിയിട്ട് ഞാൻ ഏത് റൂം എടുക്കാം? ഈ ബെഡ്റൂമിലാണ് ഈ ഗൃഹനാഥൻ പോയി കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടൽ ലോസിൽ നിന്നും മാറി ഇദ്ദേഹത്തെ കടബാധ്യതയിലേക്ക് പോകും. എല്ലാവരുടെ ബെഡ്റൂമിലും സൗത്തിൽ 5-2 കോമ്പിനേഷൻ അല്ല. അത് ആ വീടിന്റെ ഡിഗ്രിയും വെച്ച കാലഘട്ടവും അനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഫ്ലൈങ് സ്റ്റാർ നമ്പർ കണ്ടുപിടിച്ചാൽ ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനനുസരിച്ച് റൂമുകൾ മാറിയാൽ അതിന്റെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ റൂമിൽ നിന്നും മാറ്റി. അപ്പോൾ ഞാൻ നോക്കുന്നു ഇദ്ദേഹത്തെ ഏത് റൂമിൽ നമുക്ക് കിടത്താം എന്ന് നോക്കുന്നു. നല്ല കോമ്പിനേഷൻ ഉള്ള ഒരു ബെഡ്റൂം ദാണ്ട് ഇവിടെ കിട്ടി. ആ ബെഡ്റൂമിൽ നിന്നും ഇദ്ദേഹം ഈ ബെഡ്റൂമിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇദ്ദേഹം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടും. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കും. ഒത്തിരി ആഘോഷങ്ങളും അവസരങ്ങളും സന്തോഷവും ഒക്കെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരും. ദിക്കിനല്ല ഇവിടെ പ്രാധാന്യം, ഈ ഫ്ലൈങ് സ്റ്റാർ നമ്പറിനാണ്.